ഓണപ്പുലരി. നോക്കിയിരുന്ന കാത്തിരുന്ന തിരുവോണം. സാധാരണ എല്ലാ ആഘോഷങ്ങളും കാത്തിരിപ്പിനാണ് സുഖം. കാരണം ആഘോഷ ദിവസമായാൽ അത് കഴിയുമല്ലോ. എന്നാൽ ഓണം മാത്രം തിരുവോണ ദിവസം കഴിഞ്ഞാലും 3-ാം ഓണം, 4-ാം ഓണം അങ്ങനെ തുടരുന്ന ആഘോഷങ്ങളാണ്. ആറന്മുളയിലെ ഉത്രട്ടാതി വള്ളംകളി, അതിനുശേഷം നീലമ്പേരൂർ പടയണി, പിന്നെ ഓച്ചിറ കെട്ടുകാള. അതോടുകൂടിയാണ് ഓണാഘോഷങ്ങൾ തീരുന്നു എന്ന് നമുക്ക് തികച്ചും പറയാനാവുന്നത്. എല്ലാവർക്കും കടുപ്പത്തിലൊരു കഥയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. മലയാളികളുടെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലുമൊക്കെ ആഹാരത്തിന് ഒരു പ്രമുഖ സ്ഥാനമുണ്ട്. തിരുവോണമായാൽ ഓണസദ്യ, വിഷുവിന് വിഷുക്കട്ട, തിരുവാതിരയ്ക്ക് തിരുവാതിരപ്പുഴുക്ക്, കറുത്തവാവിന് വാവട. ഇങ്ങനൊരു ലിസ്റ്റ് തന്നെ നമുക്ക് ആലോചിച്ചെടുത്താൽ ഉണ്ടാവും. ഈ ആഹാര രീതികളൊക്കെ തന്നെ നമ്മുടെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഓണം വരാറായി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഇമേജറികളിൽ പ്രധാന സ്ഥാനമാണ് ഓണസദ്യക്ക്. ഓണത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം സദ്യയാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. നല്ല ആഹാരം ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമാണ്, അല്ലേ? കാണം വിറ്റും ഓണമുണ്ണണം എന്ന നമ്മുടെ പഴമൊഴിയൊക്കെ തന്നെ കേരളീയരുടെ ആഹാരപ്രിയത്തെ കാണിക്കുന്നതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓണസദ്യയിലും പാചകത്തിൻ്റെ കാര്യത്തിലും വിളമ്പുന്നതിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ആയുർവേദ വിധി പ്രകാരം ശരിയായ ഒരു സദ്യയിൽ എരിവ്, ഉപ്പ്, പുളി, മധുരം, ചവർപ്പ് എന്നിവയുടെയൊക്കെ ഒരു ശരിയായ മിശ്രണം ഉണ്ടാവണം. നമ്മുടെ സദ്യകളുടെ വിഭവങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ രസങ്ങളുടെ കൃത്യമായ ഒരു ബാലൻസ് പാലിക്കുന്നത്. വിളവെടുപ്പ് കഴിഞ്ഞുള്ള ആഘോഷമായതുകൊണ്ട് ഓണസദ്യക്ക് മുൻപൊക്കെ പുതിയ നെല്ലുകുത്തി പുന്നല്ലരിയുടെ ചോറാണ് വിളമ്പിയിരുന്നത്. എല്ലാ മലയാളിക്കും അറിയാവുന്ന ഓണസദ്യയുടെ വിഭവങ്ങൾ എന്താണ് എന്ന് ഒരിക്കൽ കൂടി നമുക്കൊന്ന് നോക്കി വരാം. സദ്യ വിളമ്പുന്നതിനും ഉണ്ണുന്നതിനുമെല്ലാം അതിൻ്റെതായ ചിട്ടകളുണ്ട്. നിലവിളക്ക് കത്തിച്ച് ഗണപതിക്ക് എല്ലാ വിഭവങ്ങളും നൽകിയ ശേഷമാണ് ഓണസദ്യ മാത്രമല്ല ഏത് സദ്യയും നമ്മൾ ആരംഭിക്കുന്നത്. വിളക്കത്ത് വെക്കുക എന്നാണ് ഇതിനു പറയുന്നത്. സാധാരണയായി തൂശനിലയിലാണ് സദ്യ വിളമ്പുന്നത്. ഇരിക്കുന്ന ആളുടെ ഇടത്തുവശത്തായി ഇലയുടെ തുമ്പ് വരത്തക്ക രീതിയിലാണ് ഇലയിടേണ്ടത്. ഇലയിൽ ആദ്യം വിളമ്പുന്നത് ഉപ്പാണ്. പിന്നീട് ഉപ്പേരികൾ, തൊടുകറികൾ, പഴം, പപ്പടം തുടങ്ങി ഓരോ വിഭവങ്ങൾക്കും അതാതിൻ്റെതായ സ്ഥാനം ഇലയിലുണ്ട്. ഉലുവ ധാരാളം ചേർത്ത ഉലുവ മാങ്ങക്കറിയും, വ്യത്യസ്ത രുചിയുള്ള വടുകപ്പുളി നാരങ്ങയും, 101 കറിക്ക് സമാനമായ ഇഞ്ചിക്കറിയും, വടക്കൻ പ്രദേശങ്ങളിൽ ഇത് പുളിയിഞ്ചിയാണ്. ഇതൊക്കെ ഓണസദ്യയുടെ മാത്രം തൊടുകറികളാണ്. ആദ്യം നമ്മൾ സദ്യക്ക് വിളമ്പുന്നത് പരിപ്പും നെയ്യുമാണ്. ചൂടുള്ള ചോറിൽ പരിപ്പും നെയ്യും ചേർത്ത് പപ്പടവും ചേർത്ത് കുഴച്ച് കഴിച്ചാണ് സദ്യ തുടങ്ങേണ്ടത്. ഓണസദ്യയിലെ താരമാണ് അവിയൽ എന്ന് പറയാം. എല്ലാവർക്കും പ്രിയങ്കരം. വിവിധ ഇനം പച്ചക്കറികളുടെ കൂടിച്ചേരലായ അവിയലിൽ ചേരാത്തതായി ഒരു കഷ്ണവുമില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട്. ഇന്നത്തെ നിലയ്ക്ക് നോക്കിയാൽ വിവിധ പച്ചക്കറികൾ ഉള്ള അവിയൽ ന്യൂട്രീഷൻ ഫാക്ടർ കൊണ്ട് സമ്പന്നമാണ്, പോഷക സമൃദ്ധം. ഏതിനം പച്ചക്കറി ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്ന തോരൻ എല്ലാ ദേശത്തെയും സദ്യയിൽ ഉണ്ടാകുന്നു. ഓണസദ്യയിലെ വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് എരിശ്ശേരി. മത്തങ്ങ, ചേന, നേന്ത്രക്കായ എന്നിവയൊക്കെ വെച്ച് എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. ചില പ്രദേശങ്ങളിൽ എരിശ്ശേരിക്ക് പകരം കൂട്ടുകറിയാണ്. തികച്ചും നിരുപദ്രവിയായ ഓലന്റെ അടിസ്ഥാനം കുമ്പളങ്ങയാണ്. തേങ്ങാപ്പാല് പിഴിഞ്ഞു ചേർത്തുണ്ടാക്കുന്ന സാധുവായ ഓലൻ. ഓണസദ്യയിലെ ഒരു പ്രധാന വിഭവം അല്ലെങ്കിലും പച്ചടിയും കിച്ചടിയും സദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തവയാണ്. കുറെ പേർക്ക് അല്പം കൂടുതൽ ഇഷ്ടമുള്ളത് പച്ചടിയോടാണ്. കാരണം പച്ചടി മധുരരസപ്രധാനമാണ്. കേരളത്തിലേക്ക് അതിഥിയായി വന്ന സാമ്പാറാണ് പരിപ്പിന് ശേഷം നമ്മൾ ചോറിലൊഴിക്കുന്നത്. ഓണസദ്യയിലെ ഒഴിച്ചുകറികളിൽ പ്രധാനിയാണ് സാമ്പാർ. മുൻപൊക്കെ നമ്മുടെ സദ്യകളിൽ സാമ്പാർ ഉണ്ടായിരുന്നില്ല എന്ന് പഴമക്കാർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് എത്തി ഇപ്പോൾ നമ്മുടെ സ്വന്തമായി മാറിയ സാമ്പാർ തീക്ഷ്ണ സ്വഭാവമുള്ള വിഭവമാണ്. പുളിശ്ശേരിയുമായി നല്ല സാമ്യമുള്ള കാളൻ പുളിയുള്ള മോരുപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. തികച്ചും സാധു പ്രകൃതിയായ ഓലനാണ് പുളിശ്ശേരിയുടെ കോമ്പിനേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞ
രസങ്ങളുടെ ആ ഒരു മിശ്രണം നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത് പുളിശ്ശേരിക്കൊപ്പം ഓലൻ കഴിക്കുമ്പോഴാണ്. വടക്ക് പ്രദേശങ്ങളിൽ മധുരമുള്ള കുറുക്ക് കാളനാണ് പുളിശ്ശേരിക്ക് പകരം ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനാവുന്ന രസം ഓണസദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇനിയാണ് മധുരപ്രിയർക്ക് സന്തോഷമുള്ള ഐറ്റം. എനിക്ക് പ്രത്യേകിച്ചും വർഷത്തിൽ എന്നും ആസ്വദിക്കാവുന്നത്ര കേറ്ററിംഗ് യൂണിറ്റുകളും നമുക്ക് എല്ലാ ദിവസവും പായസം തരുന്നത് പോലെ പായസ കടകളുമൊക്കെ ഇപ്പോൾ ധാരാളമുണ്ടെങ്കിലും ഓണസദ്യക്ക് പായസമില്ലെങ്കിൽ പിന്നെ എന്ത് ഓണാഘോഷം? അടപ്രഥമൻ, പരിപ്പ്, പഴം തുടങ്ങിയ ഒന്നാം നമ്പർ താരങ്ങൾക്കൊപ്പം തന്നെ പാലട, സേമിയ, പാൽപ്പായസം തുടങ്ങിയവയും വിളമ്പാറുണ്ട്. പലയിടങ്ങളിലും ഇപ്പോൾ 2 പായസമാണ് ഓണത്തിന് പതിവ്. വിവിധ നിറങ്ങളിലെ വിഭവങ്ങൾ ചിട്ടയൊപ്പിച്ച് വിളമ്പിയ ഇല നിറങ്ങളുടെ കൃത്യമായ മിശ്രണം കൊണ്ട് കാഴ്ചയ്ക്ക് മനോഹരമാണ്. ആഹാരം ആദ്യം കണ്ണിനെ ആനന്ദിപ്പിക്കണം എന്ന് പറയുന്നത് എത്ര ശരിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇങ്ങനെ പലതരത്തിലുള്ള കൃത്യമായ ചിട്ടവട്ടങ്ങൾ എല്ലാ ദേശത്തെയും സദ്യക്കുണ്ടാവും. ഇനി ഒരു നൊസ്റ്റാൾജിയ പറയട്ടെ. ആഹാരം പാഴാക്കരുത് എന്ന കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫ്രിഡ്ജൊക്കെ വ്യാപകമാവുന്നതിന് മുമ്പ് ഏതൊരു സദ്യയും നടത്തിക്കഴിഞ്ഞ് ബാക്കി വരുന്ന ആഹാര സാധനങ്ങൾ ഒക്കെ കൂടെ ഒരു കൽച്ചട്ടിയിൽ നേരിയ തീയിൽ തിളപ്പിച്ച് വെള്ളം വറ്റിച്ച് പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കുമായിരുന്നു. ഇതിന് പഴംകൂട്ടാൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഫ്രിഡ്ജൊക്കെ വന്നതിന് ശേഷവും സദ്യ കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇതുപോലെ തന്നെ എല്ലാം ഒരു കൽച്ചട്ടിയിലിട്ട്, എല്ലാ കൂട്ടാനുകളും ചോറുണ്ടാവില്ല, കൽച്ചട്ടിയിലിട്ട് തിളപ്പിച്ച് ഉണ്ടാക്കുമായിരുന്നു. അസാധ്യ രുചിയാണ് കേട്ടോ. നിങ്ങളുടെ അടുക്കൽ ഒരു കൽച്ചട്ടിയോ മൺചട്ടിയോ ഉണ്ട് എങ്കിൽ ഇത്തവണ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ചെറിയ തീയാകാവുള്ളൂ, വെള്ളം മുഴുവൻ വറ്റിത്തീരുകയും വേണം. ഉത്തര കേരളത്തിൽ പലയിടങ്ങളിലും ഓണസദ്യക്ക് മത്സ്യമാംസ വിഭവങ്ങൾ സാധാരണമാണ്. കാലങ്ങൾ എത്ര മാറി മറിഞ്ഞാലും കേരള തനിമ ഉയർത്തിക്കാണിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു കാലഘട്ടത്തിന്റെ ഇമേജറിയായി ഏതൊരു മലയാളിയുടെയും മനസ്സിലുണ്ടാവും. പറഞ്ഞിരുന്ന് സമയം കളയാതെ ഇനി ഞാനും സദ്യയുടെ ഒരുക്കുവട്ടങ്ങളിലേക്കൊക്കെ കയറട്ടെ. പുറത്തിരുന്ന് കാക്ക കരയുന്നുണ്ട്, ഊണായില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഓണം സീരീസിലെ ഇഷ്ടപ്പെട്ട പോസ്റ്റുകൾ ഷെയർ ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കണം. എനിക്കറിയാൻ വയ്യാത്ത, ഞാൻ പറയാതിരുന്ന എന്തെങ്കിലും ഓണവിശേഷങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ അറിയിക്കണം. പുതിയ അറിവുകൾ എപ്പോഴും സന്തോഷം നൽകുന്നതാണല്ലോ. എല്ലാവർക്കും നിറയെ സ്നേഹത്തോടെ സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരു നല്ല തിരുവോണ സദ്യയും ആശംസിക്കുന്നു. ഓണവും അവധികളും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കടുപ്പത്തിലൊരു കഥയിൽ വീണ്ടും കഥകളുമായി കാണാം, കേൾക്കാം.